വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് സീറ്റ് വേക്കൻസി എത്രത്തോളം സീറ്റ് വേക്കൻസികളുണ്ട്, അപ്പോൾ എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് കേരള യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് മുഖ്യ അലോട്ട്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും സീറ്റ് വേക്കൻസി വീണ്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് വിദ്യാർത്ഥികൾക്ക് എഡ് ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുവാൻ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സീറ്റ് വേക്കൻസികൾ നോക്കിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ കൊടുക്കുക. പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളടക്കം, അതേപോലെ നിലവിൽ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസിയുള്ള ഏതാണോ കോളേജ് അത് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് ഏറ്റവും 1, 2, 3, 4 എന്ന രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്കൊരു അഡ്മിഷൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള സീറ്റ് വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് വേക്കൻസി പോസ്റ്റ് നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ കോളേജിലും സീറ്റ് വേക്കൻസികൾ, ഓരോ സബ്ജക്റ്റുകളിലും വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒന്നാമതായിട്ട് ട്രിവാൻഡ്രത്തെ ഗവൺമെൻറ് കോളേജിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സീറ്റാണത് മുസ്ലിം വിഭാഗത്തിലാണ്. ഇനി മലയാളത്തിൽ എടുക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗം 1. അപ്പോൾ അത്തരത്തിൽ ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും. ഒട്ടുമിക്ക കോളേജിലും ഓരോ സബ്ജക്റ്റിലും 1, 2 സീറ്റുകൾ മാത്രമാണ് വേക്കൻസി ഉള്ളത്. ചില സബ്ജക്റ്റിൽ മാത്രം, ഉദാഹരണത്തിന് മൗണ്ട് ടാബർ ട്രെയിനിങ് കോളേജ്, ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ സയൻസ് ജനറൽ വിഭാഗത്തിൽ മാത്രം 4 സീറ്റുകൾ, SC വിഭാഗത്തിൽ 1, ST. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ഓരോ കോളേജിലെയും സീറ്റ് വേക്കൻസി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേക്കൻസി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെയാണോ, ഏത് സബ്ജക്റ്റിൽ ഓരോ സബ്ജക്റ്റിലും വേക്കൻസി ഏറ്റവും കൂടുതൽ ഏത് കോളേജിലാണോ ആ കോളേജ് നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കുക. അപ്പോൾ എന്തായാലും 1, 2 സീറ്റുകൾ മാത്രമാണ് ഓരോ കോളേജിലും ഉള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് വേക്കൻസി നോക്കിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ കൊടുക്കുക. അതേപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ 24/7/2025 വരെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിലവിൽ പല വിദ്യാർത്ഥികളിലും ഡിഗ്രി, PG ഉൾപ്പെടെയുള്ള റിസൾട്ട് മറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ പുതുതായിട്ട് റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ, വിദ്യാർത്ഥികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥി നേരത്തെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. ജസ്റ്റ് നോർമലായിട്ടുള്ള അപേക്ഷാ കാര്യങ്ങൾക്ക് കൊടുത്ത് നിങ്ങൾക്ക് അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ എഡിറ്റ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് ചേർക്കാം. അതേപോലെ തന്നെ റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക്, ഡിഗ്രി സബ്ജക്റ്റ് അല്ലെങ്കിൽ PG സബ്ജക്റ്റുകൾ റീവാലുവേഷന് കൊടുത്ത് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥികൾ അത് എഡ് ചെയ്യാൻ ഓപ്ഷൻ, കാറ്റഗറി മാറ്റം തുടങ്ങിയ എല്ലാ കാര്യം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് വിവരങ്ങളും ഓപ്ഷനുകളും മാത്രമാണ് മാറ്റം വരുത്താൻ സാധിക്കുക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ ഓപ്ഷൻസ് മാറ്റി കൊടുക്കുവാൻ അവർക്കും സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ആർക്കൊക്കെ നേരത്തെ മുൻ അലോട്ട്മെൻറ്റിൽ ഫീസ് അടക്കാതെ പുറത്തായിട്ടുള്ളവർ, ഫീസ് അടച്ചിട്ടും കോളേജ് പ്രവേശനം നടത്താത്തവർ, നിലവിൽ കോളേജ് പ്രവേശനം നേടി അഡ്മിഷൻ ഉറപ്പാക്കിയ വിദ്യാർത്ഥികൾ, കോളേജ് പ്രവേശനം നേടി ഏതെങ്കിലും കാരണത്താൽ അഡ്മിഷൻ നഷ്ടമായ ഇത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് പ്രൊഫൈൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെട്ട ഓപ്ഷൻസ് നിങ്ങൾ പുതുതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നിലവിൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒന്നും എഡിറ്റ് ചെയ്തില്ല എങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഡയറക്റ്റ് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് കിട്ടാത്ത വിദ്യാർത്ഥികളും എഡിറ്റ് ഓപ്ഷൻസുമായി കൂടുതൽ വേക്കൻസി ഉള്ളത് നോക്കിയിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശം എടുത്തു വെക്കണം. എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത വിദ്യാർത്ഥികൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാതെ ഫൈനൽ സബ്മിഷൻ ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും സപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉൾപ്പെടുത്തുകയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എഡിറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചവർ ഫൈനൽ സബ്മിഷൻ പ്രസ് ചെയ്ത് അതിൻ്റെ PDF അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നതാണ്. കൂടാതെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിറ്റി കോട്ട. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ
അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഏതാണോ ഏത് കോളേജിനുള്ളത് ആ കോളേജിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷ കൊടുക്കുവാനും വിദ്യാർത്ഥികൾക്ക് 24/7/2025 വരെ സാധിക്കുന്നതാണ്. ഈ കാര്യം വിദ്യാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കൂടാതെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, കേരളത്തിൽ നിന്ന് പുറമെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ PG പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ സമയത്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇനിയും അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ജസ്റ്റ് myapplications.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്റ്റ് കേരള യൂണിവേഴ്സിറ്റി സബ്ജക്റ്റിന് ഈക്വലൻസി വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാനും അതേപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ അത് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടുവാനും സാധിക്കുന്നുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി കൂടാതെ മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി അവസാനത്തെ ഓപ്ഷനായിട്ടുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് 22-ാം തീയതിയാണ് നിലവിൽ പ്രസിദ്ധീകരിക്കുക. ഇനി അതേപോലെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് 21-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ഇനി അതേപോലെ MG യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ നിലവിൽ 22-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുകയെങ്കിലും അതിന് മുന്നോടിയായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും BEd ഉൾപ്പെടെയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലൈക്കൻ എനാബ് ചെയ്ത് വെക്കാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ BEd മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കേരള PSCയുടെ അംഗീകാരമുള്ള BEd കേരളത്തിന് പുറത്ത് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനും അഡ്മിഷനും വിദ്യാർത്ഥികൾക്ക് താഴെ കൊടുത്ത എൻ്റെ പേഴ്സണലായിട്ടുള്ള താഴെയുള്ള ആ ഒരു പേഴ്സണൽ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അത് ജസ്റ്റ് BEd അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ മറക്കാതെ നിങ്ങൾ സുഹൃത്തിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.